എന്താ ആലോചിക്കണം? അല്ല, അയാൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാൾ പറഞ്ഞതിൽ കാര്യമില്ല എന്ന് ആലോചിച്ചതാ. എന്ത്? അല്ല, നമ്മൾ വേറെ ആരോടെങ്കിലും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്യേണ്ടതായിരുന്നോ എന്നൊരു തോന്നൽ. വേണോട്ടാ, വേറെ ആരോടും ചോദിക്കണ്ട. അല്ല, അങ്ങനെയാണല്ലോ അജേഷ് പറഞ്ഞത്. അതെ, നമുക്ക് പാച്ചിക്കയുടെ അടുത്ത് ചോദിച്ചാലോ? എന്തിന്? ഓ, ഈ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിനക്ക് അജേഷിനെ അറിയാത്ത കൊണ്ടാ. ഭയങ്കര മിടുക്കനവൻ. നിന്നെ എന്നെയൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയോ? അവൻ പറയണ കേൾക്കാതെ നമ്മളിത് ആരോടെങ്കിലും ചോദിച്ച് അത് പിന്നെ അവനറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് വെറുതെ അവനെ വിഷമിപ്പിച്ച് അല്ല അതിനൊക്കെ നിൽക്കണോ? നമ്മൾ തന്നെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ശരിയാ, വേണ്ട. ആ, അതാണ്. ഓളങ്ങനെ പറഞ്ഞ? അല്ലടാ, അവളങ്ങനെ എന്നെ പറ്റി അന്വേഷിക്കുക? അതല്ലടാ, ഇത് പുറത്തെ ഞാൻ നാളെ പണിയാവോ? പിന്നെ ടെൻഷൻ ആവാതെ. ഇതെന്നെ കരിയറെ ബാധിക്കുന്ന കാര്യമില്ലേ? അർജന്റ് ഒരു കോള് വന്നപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴത്തെ ടെൻഷൻ നോക്കണ്ട. ഈ ഒരു കാര്യം ചെയ്, ഈ ഒരു കാര്യം ചെയ്യ്, ഈ ഓലയും കൊണ്ട് ഓഫീസിൽ ചെല്ലും, ഞാൻ കൊണ്ട് വരാം. ആ, ഈ ഇവിടെ ഉണ്ടേനോ? അങ്ങനെ നമ്മൾ കോടതിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചു വിടാനോ? ഉള്ളിലിരുന്നോ? ഈ ഫോൺ തന്നെ. ഇതിന്റെ ലോക്ക് തുറക്കടോ. ഈ കോട്ട് പിടിക്ക്. ആ അമ്മേ, ഇന്നെ വൈകുന്നേരം വരെ വിളിച്ചാൽ കിട്ടൂല കേട്ടോ. ആ പിന്നെ എൻ്റെ ആ പഴയ ഫോണും ചാർജ് ചെയ്തേക്കണേ. ആ, ഞാൻ വിളിക്കാം. നിന്റെ ഫോണിന് എന്ത് പറ്റി? എടാ മൊയന്തേ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരേനോ? എന്നോട് സംസാരിച്ചതിന് ആ ജഡ്ജിന്റെ ഫോൺ വാങ്ങിയച്ച്. ഡിസിപ്ലിനറി ആക്ഷൻ. സോറി അളിയാ, ടെൻഷൻ കൊണ്ടാടാ. എൻ്റെ ഒരു ടെൻഷൻ. അന്നെന്തിനപ്പം ഇങ്ങോട്ട് കിട്ടിയെടുത്ത്? ഞാൻ വിചാരിച്ചു ഈ എന്തോ ടെൻഷനിലാന്ന്. എനിക്കെന്ത് ടെൻഷൻ? ആ സമയത്ത് ഞാനത് പതറിപ്പോയെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെ. നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. നീയാണല്ലോ എന്റെ വജ്രായുധം. താജിപ്പോ സീനിലില്ല. എന്റെ റൂട്ട് ക്ലിയർ ആണ്. പക്ഷേ അവളെ മനസ്സിൽ സംശയം തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഈ കളി വല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പണിയാണ്. അനക്കും എനിക്കും. ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് കുറച്ച് സമയം കിട്ടണം. അതിന് ആ അത്തർ കമ്പനിന്റെ ലൈസൻസിന്റെ കോപ്പി വാങ്ങാനെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു നീണ്ട യാത്ര പോകണം. ഈ യാത്രന്റെ ഇടയിൽ ഇയോളെ മനസ്സിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. ഇനിയിപ്പോൾ മനസ്സിൽ കയറി പറ്റിയില്ലെങ്കിലും പറയാനുള്ള മുഴുവൻ പറയണം. ഇടങ്ങി സമയമില്ല. പഴയ പോലെ വൈകിപ്പിച്ച് നാറ്റിക്കരുത്. കുറച്ചൊക്കെ ധൈര്യം കാണിക്കടോ. ഇതായിരിക്കണം എൻ്റെ അവസാന യാത്ര. ഹലോ. ഹലോ ഷെർണേ. അതെ, നാളെ നമുക്ക് മോളെയും കൂടി ഒന്ന് കൂട്ടിയാലോ? ഞാനിത് നിന്നോട് അങ്ങോട്ട് ചോദിക്കാതിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ അങ്ങോട്ട് ഇറങ്ങാം. ശരി. ഓക്കെ, ശരി. എണീറ്റാ? നമ്മളിപ്പോൾ എത്തും. ഇവിടെ അടുത്തല്ലേ ഈ കൊടികുത്തിമല? ആ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ?
താജു ഇപ്രാവശ്യം 75 കുപ്പിയുള്ളൂ കേട്ടാ. ഈ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാം. ആമാ എന്താടാ വയ്യ എനക്ക്? വിചാരിച്ച പോലെ ഒരു ഡീൽ അങ്ങ് സെറ്റായില്ല, അതാ. ആ അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ബിസിനസിന്റെ ഭാഗമല്ലേ. ഞാൻ കുറച്ച് ദിവസം എന്നോട് ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. ഈ ഇങ്ങനെ നടക്കാനാ പ്ലാൻ? ഒന്നും ശരിയായില്ലേ അച്ഛ? ജീവിതം ഇങ്ങനെ കിടക്കുകയല്ലേ? നോക്കണം, പറ്റിയ ഒരാളെ കിട്ടിയതായിരുന്നു. എന്നിട്ട് പറഞ്ഞു നോക്കി, നടക്കൂലമ്മ. പറഞ്ഞിട്ട് നടക്കാത്തതാണോ? അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഒരുത്തുണ്ട്, എത്ര കൊല്ലായി കെട്ടിപ്പോഞ്ഞ് വെച്ച് നടക്കണ്. എന്നിട്ടിപ്പം എന്താ, രണ്ടും കെട്ട അവസ്ഥയായി. അതാരാ? നമ്മുടെ ഷെറീൻ. എനിക്കൊന്നും അറിയില്ല എന്നാ ഓൻ്റെ വിചാരം. ആ എന്നേലും അവളോട് പറയായിരിക്കും. എടാ അജേഷേ, ദുവമുള്ള തന്നെ ചാരി കിടന്ന് ഉറങ്ങുന്നേ. ഷോ, ഒറ്റ യാത്ര കൊണ്ട് അത്ര എത്തിയ കൊച്ചു കള്ള. അല്ലടോ, ഇങ്ങനെയാണ് ഒരു ദിവസം കൂടി കറങ്ങുകയാണെങ്കിൽ അടുത്ത ആഴ്ച കല്യാണം നടത്താലോ. പോടാ. ഓ എൻ്റെ ഒരു നാണോ. എടാ പിന്നെ ഇങ്ങനെ നാണിച്ച് നിൽക്കാണ്ട് പെട്ടെന്ന് പോയിട്ട് കാര്യം പറ. ഈ പറഞ്ഞ വെച്ച് നോക്കുമ്പോ ഇതാണ് പറ്റിയ സ്ഥലം, പറ്റിയ സമയം. അതേടാ, ഞാനും പറഞ്ഞാലൊന്നും ആലോചിക്കുക. എടാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ പോയി ധൈര്യമായിട്ട് കാര്യം പറ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ശരിയടാ, ഓക്കെ. പറഞ്ഞോ? നാളെ പറയാല്ലേ? പോണ്ടേ? എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങോട്ടാണ് വരാറുള്ളത്. അമീറും ഇതുപോലായിരുന്നു. ഓനി ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ജീവനായിരുന്നു. ഓരോ കുന്നും മലയും കയറാൻ പോകുമ്പോൾ അവൻ എന്നെയും കൂടെ കൂട്ടുമായിരുന്നു. ഇതുപോലൊരു കുന്നിൻ്റെ മോളിൽ വെച്ച ദുബ വരാൻ പോകുന്ന കാര്യം ഞാൻ അവനോട് പറയണേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നും. എനിക്ക് അവനോട് കുറച്ചുകൂടെ നന്നായി സംസാരിക്കാൻ പറ്റും. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ.
ആ അഭിലാഷേട്ടാ എന്തു പറ്റി? അത് അജേഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബാവയ്ക്ക് ഏതോ മരിച്ച വീട്ടില. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഓ അതിനെന്താ, നിങ്ങൾ ഓക്കെ അല്ലേ? എൻ്റെ അഭിലാഷേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്. അത് പറ്റിപ്പോയി സൂറ. അതൊന്നും കുഴപ്പമില്ല എൻ്റെ അഭിലാഷേട്ടാ. ചെറിയ കള്ളത്തരെല്ലാം പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലടേ? ആ ഇജ്ജാതി മണ്ടത്തരം കേട്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? എന്തൊക്കെ പറഞ്ഞാലും കള്ളം പറഞ്ഞ് നേടുന്ന ഇഷ്ടമല്ല അഭിലാഷേട്ടാ ഇത്. നിങ്ങൾക്കത് ചേരൂല. അങ്ങനെ വരുമ്പോ നിങ്ങളോളെ മുന്നിൽ ചെറുതാവണ പോലെ തോന്നുന്നു. നിങ്ങളെ ഇഷ്ടത്തിന് അതിനേക്കാൾക്ക് ഒരുപാട് വലിപ്പുണ്ടെന്നേ. ഞാൻ അവളോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് സോറി പറഞ്ഞാലോ? ആ അതാണ് കറക്റ്റ്. ഇഷ്ടം പറയുന്നതിനേക്കാൾ ഇപ്പൊ പറയേണ്ടത് സോറി തന്നെയാ. കാരണം വേറെ ആരുടെ അടുത്തുനിന്നുണ്ടായാലും നിങ്ങളുടെ അടുത്തുനിന്നൊരു വിഷമം ഓൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഓള് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അഭിലാഷേട്ടാ, ഓളാ പറഞ്ഞാലും കാര്യമുണ്ട്. നിങ്ങളത് ഇവിടെ വെച്ച് നിർത്തണതാണ് നല്ലത്. ഓക്കിപ്പോഴും അമീറിന്റെ മണാവാവുക. അതൊന്നും മനസ്സിലാക്കാത്ത ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോവുക. അല്ല അങ്ങനെ ഇല്ലാണ്ടാക്കാൻ ഒരുത്തിന് ഈ അജശലപ്പാട് സമ്മതിക്കില്ല. വേണ്ടി വന്ന അവളെ കോടതി വരാൻ കേട്ടു. ആ ഇതാ അടുത്തത്. എന്റെ അജേഷ് ഇജു നടങ്ങ്, വെറുതെ അവനെ മൂപ്പിക്കല്ലേ. ഞാൻ മോപ്പിക്കും, ഇനിയും മോപ്പിക്കും. കാരണം ഇവന്റെ ചെങ്ങായിയാ. ബാവക്കാക്കറിയോ ഇവൻ എഴുതി കൊടുത്ത പ്രേമലേഖനം കൊണ്ട് എത്ര ആൾക്കാർ പ്രേമ സെറ്റായിരുന്നു? അങ്ങനത്തെ ഓന്റെ പ്രേമം പൊളിഞ്ഞ എനിക്ക് പൊള്ളും. സൂറ പറഞ്ഞാടാ ശരി. ഞാൻ ചെറുതായി പോയി, ഒരുപാട് ചെറുതായി പോയി. ഓളോട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അമീറിനോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മതിയാക്കാം, ഇതോടെ എല്ലാം നിർത്താം. നാളെ ഞാൻ അവളോട് എല്ലാം തുറന്നു പറയാൻ പോവാ. വരുന്നടാ, എടാ തുറക്കാം. എടാ നീ ഒന്ന് വന്നേ. എടാ ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കേ. എന്താടാ? എടാ ഞാൻ പറയാൻ പോണ കാര്യം കേട്ട് വേണമെങ്കിൽ ഇന്നെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഇന്നെ തല്ലിക്കോ. പക്ഷെ ദേഷ്യം പിടിക്കരുത്, ടെൻഷനും ആവരുത്. എടാ ജേഷ്, നീ കാര്യം പറ. എടാ ചെറിയൊരു അബദ്ധം പറ്റിയടാ. ഇനി ഗ്ലോബൽ ന്യൂസിലേക്ക്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ. കോട്ടക്കിൽ നിന്നും കരളുറപ്പുള്ള ഒരു സൗഹൃദ വാർത്ത. ബാല്യകാല സുഹൃത്തായ അനീഷിന് സ്വന്തം കരൾ പകുത്തു നൽകി മാതൃകയാവുകയാണ് കോട്ടക്കൽ സ്വദേശിയായ ഷാഫി എന്ന യുവാവ്. ആത്മബന്ധങ്ങളുടെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്നത് വെറും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അല്ല എന്ന് ചങ്കു പറിച്ചു കൊടുത്തും കൂടെ നിൽക്കുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഷാഫി. ഷാഫി തന്റെ സുഹൃത്തിന് കരൾ പങ്കിടാൻ ഒരുങ്ങുകയാണ്. അഭിലാഷ് കുമാർ വേഡ്സ് ഷെറിൻ മൂസ, അതാണടാ ഈ അജേഷ് കണ്ട സ്വപ്നം. അതിന് സമയല്ലേ വേണ്ടത്, അത് ഞാൻ ഉണ്ടാക്കി തരടാ. എടാ വേണ്ടി വന്ന അവളെ അടിയാതനെ പറഞ്ഞ് നമ്മൾ എടുപ്പിക്കടാ. അവള് വേറൊരു മണ്ടിയാടാ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിക്കൂലേ? എടാ 10ാം ക്ലാസ് മുതൽ വേറെ ഒരുത്തിനെ ഇഷ്ടാന്ന് കേട്ടോ കൂടെ നിന്ന് നീ.
അവരെ രണ്ടുപേരെയും മുംബൈയിലേക്ക് അയച്ചു നീ. അവളെ ഓരോ പോസ്റ്റിനും ആദ്യം ലൈക്ക് അടിച്ചത് ഇയ്യാ. ഒന്നും പ്രതീക്ഷിക്കാതെ വീണ്ടും വീണ്ടും സ്നേഹിച്ചത് നീ. എടാ നിന്നെപ്പോലൊരു കാമുകൻ വേറെ എവിടെ ഉണ്ടടാ? എടാ നിന്റെ പ്രണയം വേറെ ലെവലാടാ. അതൊരിക്കലും ഓള് മനസ്സിലാക്കൂടാ. അതിന് ഈ അജയശാലപ്പാട്ട് കൂടെ ഉണ്ടാവൂടാ. ഈ ധൈര്യമായിട്ടിരിക്കടാ. ഐ ലവ് യുടാ. ഓക്കെ. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. എടാ ഞാനതിട്ട് നമ്മളെ സ്കൂൾ ഗ്രൂപ്പിലായി പോയി. സ്കൂൾ ഗ്രൂപ്പിലോ? എടാ ഡിലീറ്റ് ചെയ്യ്. എടാ രാവിലെ ചറപറ കോൾ വരുമ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. ആ ടെൻഷനിൽ ഡിലീറ്റ് ചെയ്തപ്പോ ഓൺലി ഫോർ മീ ആയിപ്പോയി. എടാ എന്നാ അഡ്മിനെ വിളിക്ക്. എടാ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. എടാ അഭിലാഷൻ അത് കയ്യെന്ന് പോയി. എടാ സമാധാനപ്പെടും. എടാ നമുക്ക് അവളെ നേരിട്ട് പോയി കാണാം. എന്നിട്ട് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം. ഈ ഒന്ന് കൂടെ നിന്നാ മതി. എല്ലാം ആയിട്ടോടാ. വാ ബേ. ഷെറിനെ കാണുമ്പോൾ ഞാൻ എന്ത് പറയുന്നു? എടാ അവള് പലതും പറയും. ഈ ടെൻഷൻ അടിക്കടാ. എടാ ടെൻഷൻ ഗ്യാപ്പ് കിട്ടിയത് ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. എടാ എന്ത് ഗ്യാപ്പ്? നീ ആ ഗ്യാപ്പിൽ കൂടെ എന്താ ചെയ്യാൻ പോണേ? എടാ ഞാൻ സെന്റിമെന്റ്സ് ആക്കും. ഈ നോക്കി നിന്നാ മതി. സെന്റിമെന്റ്സിൽ വികാത്ത ഏത് പെണ്ണാടല്ലേ ഈ കൊണ്ട് വാ. ഓളുടെ അടുത്ത് അതൊന്നും നടക്കൂല. ഇനി എന്താ? ഞാൻ മുംബൈക്ക് തിരിച്ചു പോവാ. അത് പറയാൻ വന്നതാ. നീയായിരുന്നു എനിക്കിവിടെ ആകെയുള്ളൊരാശ്വാസം. ഇനി അതില്ലല്ലോ.